வழியாதும் இறைவனே போற்றுமென் போற்றி. തിരുമൂലദേവന്റെ തിരുമന്ത്രം 6ാം തന്ത്രത്തിലെ ശിവഗുരു ദർശനത്തിന്റെ അടുത്ത ഒരു പാടലിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, ഗുരു തന്നെ ശിവമെന്നോതി നന്ദിയും അതുപോലെ ഗുരു തന്നെ ശിവനെന്നുള്ള സത്യത്തെ ഗ്രഹിക്കുന്നോർ വാക്കിനാൽ ഉര ചെയ്തിടാനാവാത്ത ഗുരുവിനെ താൻ നോക്കി ഈശനെന്ന് നല്ല പോലെ അറിഞ്ഞിടാം. അപ്പോൾ ഗുരു തന്നെയാണ് ശിവൻ എന്ന് വീണ്ടും തിരുമൂലദേവൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഗുരു തന്നെ ശിവമെന്നോതി നന്ദിദേവൻ എൻ്റെ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നന്ദി തന്നെയാണ് ശിവൻ എന്ന് ഗുരുദേവൻ തന്നെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നന്ദിയും നന്ദിദേവരും ശിവനും ഒന്ന് തന്നെയാണ് എന്ന് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരു തന്നെ ശിവമെന്നുള്ള സത്യത്തെ ഗ്രഹിക്കുന്നോർ, ഗുരു തന്നെയാണ് ശിവൻ എന്ന് സത്യത്തെ ഗ്രഹിക്കുന്നവർ വാക്കിനാൽ ഉര ചെയ്തിടാനാവാത്ത ഗുരുവിനെ തന്നെ നോക്കിയാൽ ഈശനെന്ന് നല്ല പോലെ തിരിഞ്ഞിടും. അപ്പോൾ വാക്കിനാൽ ഒരിക്കലും ഗുരുവിനെ വിവരിക്കാനാവില്ല. ഗുരു സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്. അപ്പോൾ ഗുരുവിനെ കുറിച്ചിട്ട് ഇവിടെ തിരുമൂലദേവൻ വളരെ വ്യക്തമായി നമ്മളോട് പറയാണ്, നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഗുരു ശിവഗുരു തന്നെയാണ്. ആ ശിവഗുരു തന്നെയാണ് സാക്ഷാൽ ഈശ്വരൻ എന്ന് നന്ദിദേവർ എന്ന എൻ്റെ ഗുരുദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നന്ദീശ്വരനും ഇത് തന്നെ എന്നോട് ഓതിയിട്ടുണ്ട്. അപ്പോൾ ശിവനും നന്ദീശ്വരനും നന്ദിദേവരും എല്ലാ ഗുരുക്കന്മാരും ശിവം തന്നെയാണ് എന്ന സത്യത്തിലേക്ക് ഞാനിതാ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ വിശ്വസിക്കുക, ഗുരു ശിവനാണ്. ആ ശിവനെ കുറിച്ചിട്ടുള്ള വിവരം അറിയാൻ നമുക്ക് അവധൂത ഗീതയിലേക്ക് കിടക്കാം. അവധൂത ഗീതയിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് നോക്കാം. പൂരിതം സർവം ആത്മനൈവാത്മ ആത്മനി നിരാകാരം കഥം വന്ദേഹ്യ അഭിന്നം ശിവം അവ്യയം എന്നാണ് അവധൂത ഗീതയിൽ പറയുന്നത്. വളരെ പ്രശസ്തമായ ഒരു ഗീതയാണ് അവധൂത ഗീത. ദത്താത്രേയന്റെ അവധൂത ഗീത സ്വാമി വിവേകാനന്ദന് വളരെ പ്രിയപ്പെട്ട ഒരു ഗീതയായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങളിൽ പലയിടത്തും അവധൂത ഗീതയെക്കുറിച്ചിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വാമി വിവേകാനന്ദനിലേക്ക് തന്നെ കിടക്കാം. നോക്കൂ, വിശ്വവ്യാപകനും അന്തരാത്മാവുമായവനെ ഞാൻ ഇതാ വണങ്ങുന്നു. വിശ്വവ്യാപകനും അന്തരാത്മാവുമായ ശിവനെ ഞാനിതാ വണങ്ങുന്നു എന്നാണ് നേരത്തെ തന്ന അവധൂത ഗീത ആരംഭിക്കുന്നത്. ഇവിടെ സ്വാമി വിവേകാനന്ദൻ പറയുന്ന വാക്കുകൾ നമുക്ക് പിന്തുടരാം. ആത്മാവ് എൻ്റെ സ്വരൂപമാണെന്ന് അറിയുന്നതാണ് ജ്ഞാനവും വിജ്ഞാനവും. ഞാൻ തന്നെ അവൻ, അതിൽ സംശയലേശമില്ല. വിചാരമോ വാക്കോ വ്യാപാരമോ എനിക്ക് ചങ്ങല ചമയ്ക്കുന്നില്ല. ഞാൻ അതീന്ദ്രിയനാണ്. ഞാൻ ചിദാനന്ദ സ്വരൂപിയാണ്. ഭാവവുമില്ല അഭാവവുമില്ല. സർവം ആത്മാവ്. സാപേക്ഷ ആശയങ്ങളൊക്കെ കുടഞ്ഞു കളയുക. അന്ധവിശ്വാസങ്ങളെല്ലാം തൂത്തെറിയുക. കുലവും ജാതിയും ദേവന്മാരുമെല്ലാം പോയി മറയട്ടെ. സത്തയെക്കുറിച്ചോ സംഭൂതിയെക്കുറിച്ചോ എന്തിനു പറയണം? ദ്വൈതാദ്വൈത വാർത്തകളൊക്കെ ദൂരെ കളയുക. ഒന്നൊന്നോ രണ്ടെന്നോ പറയാൻ നീ എപ്പോൾ രണ്ടായിരുന്നു? വിശ്വം ഈ ശിവനാണ്, ശിവൻ മാത്രം. ശുദ്ധനാവാൻ യോഗത്തെപ്പറ്റി തൽക്കാലം ഒന്നും പറയണ്ട. നീ സ്വഭാവേന ശുദ്ധൻ. നിന്നെ ബോധിപ്പിക്കാൻ ആർക്കും കഴിയില്ല.
ഞാതൃ ജ്ഞേയങ്ങളെന്ന ത്രിപുടി ബന്ധം അവസാനിക്കുന്നത് എവിടെയോ അവിടെയാണ് ആത്മാവ്. ബന്ധമോക്ഷങ്ങളെന്ന ഭ്രാന്തി എവിടെ നശിക്കുന്നുവോ അവിടെയാണ് ആത്മാവ്. മനസ്സിനെ സംയമനം ചെയ്താലെന്ത്, ചെയ്തില്ലെങ്കിലെന്ത്, സമ്പത്തുണ്ടെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്, നിത്യശുദ്ധമായ ആത്മാവാണ് നീ. ജപിക്കുക, ഞാൻ ആത്മാവാണ്. ഒരു ബന്ധവും ഒരിക്കലും എന്നെ തീണ്ടിയിട്ടില്ല. പരിണാമമില്ലാത്ത ആകാശമാണ് ഞാൻ. വിശ്വാസമേഘങ്ങൾ എൻ്റെ മേലെ കടന്നു പോയെന്ന് വരാം, എന്നാൽ അവയൊന്നും എന്നെ സ്പർശിക്കുന്നേയില്ല. എന്നിട്ട് സ്വാമി വിവേകാനന്ദൻ തുടരുകയാണ്, ധർമ്മവും അധർമ്മവും ചുട്ടുകളയുക. മുക്തി ബാലിശ ജൽപ്പനമാണ്. അമൃതജ്ഞാനമാണ് ഞാൻ. പരിശുദ്ധിയാണ് ഞാൻ. ആരും ഒരിക്കലും ബദ്ധനായിരുന്നില്ല, ആരും ഒരിക്കലും മുക്തനുമായിരുന്നില്ല. ഞാനല്ലാതെ ആരുമില്ല. അനന്തതയാണ് ഞാൻ. നിത്യമുക്തനാണ് ഞാൻ. കണ്ടോ, ദേശകാല നിമിത്തങ്ങളൊക്കെ ഭ്രാന്തിയാണ്. നീ ബദ്ധനാണെന്നും മുക്തനാണെന്നുള്ള നിന്റെ വിചാരം തന്നെ അനാവശ്യമാണ്. നീ അവികാര്യ വസ്തുവാണ്. നാനാത്വമില്ല, ഭേദത്വമില്ല. അതൊക്കെ വെറും മൂഢവിശ്വാസം. അതുകൊണ്ട് മൗനം കൊണ്ട് സ്വസ്വരൂപം അറിയുക. ഇതാണ് അവധൂത ഗീതയുടെ കാതലായിട്ട് സ്വാമി വിവേകാനന്ദൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് തന്നെയാണ് അവധൂത ഗീത പോലെ തന്നെയാണ് ശിവഗീത. ശിവഗീതയിലും ശിവഭഗവാൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ തിരുമൂലദേവനും ശിവഗുരുവിലൂടെ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.